ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ച് പച്ച ചക്ക വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്. ചക്ക പുഴുക്കും ചക്ക വറുത്തതോ അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ വടകൾ ഉണ്ടാക്കിയിട്ടില്ല, ഉഴുന്ന് വട, പരിപ്പ് വട അങ്ങനെയൊക്കെ. അതുപോലെ ഒരു ചക്ക വെച്ചിട്ടൊരു വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മൾ ചക്ക ചെറുതായി മുറിച്ച പച്ച ചക്കയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. നന്നായി അരയണ്ട, പേസ്റ്റ് പോലെ അരയണ്ട, അങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. പിന്നെ വേണ്ടത്, ഞാൻ കുറച്ച് സാധനം കൂടുതലെടുത്തതിനെ കൊണ്ട് കുറച്ച് പച്ചമുളക് അധികം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചക്കയ്ക്ക് അനുസരിച്ചിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ ഉള്ളി, വലിയുള്ളി, പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ 2 കഷ്ണം ഇഞ്ചി. ഇതൊക്കെ ഞാൻ ചക്കേൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുക. പിന്നെ ഈ കറിവേപ്പില മിക്സിയിലിട്ടിട്ടൊന്ന് ഇവക്ക് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിൽ പൊടികളൊക്കെ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ചക്കയാണ് കൂടുതൽ എടുക്കുക. കുറച്ച് കടലമാവും പിന്നെ കുറച്ച് അരിപ്പൊടിയും ചേർത്തു. അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് വരാം. ചക്ക നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇതൊരു 2-3 തവണ അടിച്ചെടുക്കാനുണ്ടാവും ചക്ക. അപ്പോൾ കുറച്ച് ഇതിലിടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്, എന്നാൽ നന്നായി അങ്ങോട്ട് അരിയല്ലോ. പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ ഉള്ളി ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് മിക്സിയിലിടണമെന്നില്ല. പിന്നെ ചെറിയ ഉള്ളി ഇതിലിടുന്നുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു ടേസ്റ്റ് കൂടുതലെന്ന് വിചാരിച്ചിട്ട് ചേർത്തതാണ് കേട്ടോ. പിന്നെ ഈ പച്ചമുളകൊന്ന് മുറിച്ചെടുക്കും. പിന്നെ കറിവേപ്പില. ഇതൊക്കെ മുറിച്ചിടുന്നവർക്ക് മുറിച്ചിട്ടിട്ടും എടുക്കാം. ഞാനിത് വേറെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ എളുപ്പം പണി ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊന്ന് നന്നായി ക്രഷ് ചെയ്തിട്ടെടുക്കാം, നന്നായി അരയണ്ട. ഇനി നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ ഇനി ഉള്ളി ചേർത്താം. വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ്. ഇനി വേണ്ടത് കടലമാവ് ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് അരിപ്പൊടിയാണിത്, നൈസായ അരിപ്പൊടി. പിന്നെ വേണ്ടത് 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് പെരിഞ്ചീരകം വേണമെങ്കിൽ ചേർത്താം, അത് ഓപ്ഷനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താം. ഞാൻ കുറച്ച് ഇതിൽ ചേർക്കുന്നുണ്ട്. പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ. നമ്മൾ പരിപ്പ് വടയൊക്കെ ചെയ്യുന്ന മാതിരി തന്നെയാണ് ചെയ്യുക. അങ്ങനെ ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കുറച്ചും കൂടെ കടല മാവ് ഇടുന്നുണ്ട്. ലേശം പൊടിയുടെ കുറവുണ്ട്. 1 സ്പൂണും കൂടെ ഇടുന്നുണ്ട്. ഇത് കുഴച്ച് ഇങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ചപ്പം തന്നെ
ഉണ്ടാക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇതായിപ്പോവും. പിന്നെ നമുക്ക് ഉരുട്ടിയിട്ട് പരത്തിയിടാനൊന്നും കഴിയില്ല. എന്നാൽ നമുക്കിത് ഉണ്ടാക്കാൻ പോകാം. നമ്മളെന്നാൽ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായി. ഇനി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാഴയില എടുത്തിട്ട് അതിലിങ്ങനെ പരത്തിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. സൈഡ് നന്നായി മുറുകിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ചക്ക വെച്ച് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. നല്ല ഫ്ലെയിമിലിട്ടാൽ ചിലപ്പം കരിഞ്ഞു പോകും. ഇത് കുറച്ചൊക്കെ മുറുകി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കാം. നല്ല ക്രിസ്പിയാണ്, ഉള്ളില് സോഫ്റ്റുമാണ്. ഇത് നന്നായി ഇങ്ങനെ തിന്നായിട്ട് പരത്തുമ്പോഴാണ് ക്രിസ്പി ആയിരിക്കുക. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. പക്ഷെ എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല, ഞാൻ കൊണ്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.